അത് പിന്നെ സോറി എന്ന് പറഞ്ഞ വാക്ക് കണ്ടുപിടിച്ചതിന് ശേഷം റിലേഷൻഷിപ്പിന്റെ എല്ലാ സാമാന്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാനുണ്ട് സോറി. ഈ സോറി പറഞ്ഞാൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരെ വിഷമം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമോ? പ്രതികരിക്കണം. ഇതിന് നിങ്ങൾ പ്രതികരിക്കണം. ചില ആൾക്കാരുടെ സോറി കേട്ടാല് അവന്റെ അമ്മേന്റെ അണ്ണാക്കിലിട്ട് കൊടുക്കാം. ചെയ്യാത്ത നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ട പിന്നെ വിഷമം വരൂലേ? സോറി പറയാനും നമുക്കൊന്നും അങ്ങോട്ടേക്ക് പറയാനും തോന്നൂല. പ്രതികരിക്കടാ പെണ്ണുങ്ങളെ ചെക്കന്മാരെങ്ങള്. സായിപ്പും ബദാമയ്ക്ക് ഒരു സോറി കൊണ്ട് കണ്ടുപിടിച്ച് നമ്മൾ മലയാളികൾക്ക് സോറി ഇല്ലാണ്ട് പറ്റൂല. ക്ഷമിക്കുക എന്നൊന്നും നമ്മൾ പറയില്ല. സോറി, എക്സ്ക്യൂസ് മീ, സോറി, സോറി. എന്താണ് സ്വന്തമായിട്ട് നല്ലൊരു വാക്കുണ്ടോടാ ഈ സോറിക്ക്? ഈ ക്ഷമിക്കുക എന്നല്ലാണ്ട് എന്തെങ്കിലും സ്വന്തമായിട്ടൊരു വാക്കുണ്ടോടാ? അതെങ്കിലും പറയാൻ നോക്കണം. കുറച്ച് ഉളുപ്പ് കാണിക്കടാ. ആരാൻ്റെ സോറി വെച്ച് വിറ്റ് ജീവിക്കുക. ഉറ്റ ഫ്രണ്ട്സ് എന്തെങ്കിലും നമ്മളോട് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ പറയാം ഒരാളെ ക്ഷമിച്ചാൽ തരുന്ന പ്രശ്നമുള്ളത് എന്നാൽ പിന്നെ അത് അവനൊക്കെ കണ്ട് ക്ഷമിക്കും. നമ്മൾ തിരിച്ച് പറയാൻ നിൽക്കുമ്പോൾ പറയും പിന്നെ നീയും അവനും തമ്മിൽ എന്താ വ്യത്യാസം? ആവശ്യമുള്ള സമയത്ത് ഉപയോഗിക്കുക. അല്ലെങ്കിൽ ഈ സാധനത്തിന് വലിയൊരു കാര്യം ചെയ്യും. സോറിക്ക് വിലയില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ഇത് ഉപ്പിലിട്ട് അങ്ങോട്ടേക്ക് വെക്ക്. ഇത് തൊട്ടേനും തൊണ്ടേനും പിടിച്ച് ഇങ്ങനെ സോറി പറഞ്ഞാൽ ഇതിന് വില ഉണ്ടാവില്ല. എന്നിട്ട് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നതല്ല സോറി. സോറിക്ക് ഒരു വാല്യൂ ഉണ്ട് മക്കൾ. ഒരു സുന്ദരമായിട്ടുള്ളൊരു അർത്ഥമുണ്ട്. ചെയ്ത തെറ്റ് ഇനി ഞാൻ ആവർത്തിക്കൂല, എൻ്റെ ഭാഗത്ത് ചെയ്തത് തെറ്റാണെന്ന്. ഇതാണ് സാധനം. ഇതിനെ പിടിച്ച് ഇതിന് എല്ലാത്തിനും പിടിച്ച് അങ്ങോട്ടേക്ക് സോറി പറഞ്ഞ് ഷെയർ ചെയ്യണേ ഈ റീല് ആർക്കാന്ന് വെച്ചാ.